ലഹരിയുടെ അപകടത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം CMS കോളേജ് ഗ്രേറ്റ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുകവലി പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. പാക്കറ്റുകളിലാക്കി കുട്ടികളിൽ പോലും എത്തിക്കുന്ന സ്ഥിതി നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു. പല അധോലോക ശൃംഖലകളും അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ സൃഷ്ടാക്കളായും അത് വിതരണം ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തുന്ന ശൈലികൾ നമ്മൾ കാണുകയാണ്. അത് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ കൗമാരങ്ങളിലേക്ക് യൗവനങ്ങളിലേക്ക് ഇതെത്തിച്ചു കൊടുക്കുന്ന വലിയ റാക്കറ്റുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ആ നിലയിൽ അത്തരത്തിലുള്ള റാക്കറ്റുകളെ ഇല്ലാതാക്കാൻ വേണ്ടി എക്സൈസും പോലീസും ഒക്കെ ചേർന്നിട്ട് നല്ല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. നിയമം മൂലം മാത്രം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സിന്തറ്റിക് ആയിരുന്നാലും ഇത്തരം പുകയിലയുടെ ഉപയോഗമായിരുന്നാലും എല്ലാം നമുക്ക് നിയമം മൂലം തന്നെ ഇതെല്ലാം നിരോധിക്കാൻ കഴിയില്ല. മറിച്ച് വ്യാപകമായി ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ച് ഇതിന്റെ അപകടത്തിന്റെ ആഴം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൺപെൺ വ്യത്യാസമില്ലാതെ ലഹരി എത്തിച്ചു കൊടുക്കുന്ന റാക്കറ്റിനെ ഇല്ലാതാക്കണം. നിയമം മൂലം മാത്രം ഇല്ലാതാക്കാവുന്ന ഒന്നല്ല ലഹരി. ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ച് അപകടത്തിന്റെ ആഴം ബോധ്യപ്പെടുത്തുകയാണ് പ്രധാനം. ലഹരിക്കെതിരായ പ്രചാരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ PN വിദ്യാധരൻ, ഡോക്ടർ വ്യാസ് സുകുമാരൻ, എക്സൈസ് CA സന്തോഷ് കുമാർ, CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു ശോശൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. നാർക്കോട്ടിക് സെൽ DYSP AJ തോമസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പല ജനറൽ ആശുപത്രിയിലെ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ PS ശബരിനാഥ് ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു.